നിവിൻ പോളിയുടെ കേസിൽ സംഭവിച്ചത് എന്താണ്? ആരെയാണോ പരാതിക്കാരിയായിട്ടുള്ള ആ വ്യക്തി മൊഴി പലപ്പോഴും എന്ത് ചെയ്യപ്പെട്ടു, മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരിക്കലും ഒരു FIRൽ പ്രതിയാകുന്ന ഒരാൾ ഒരു കുറ്റവാളിയായിട്ട് നമുക്ക് ഒരു കാരണവശാൽ നമുക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കടവുന്ന് വരുന്നതോടുകൂടി തന്നെയും പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവാസ്തവമായിട്ടുള്ള വാർത്തകൾ എന്ത് ചെയ്യപ്പെടുന്നു, പ്രചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവാസ്തവമായിട്ടുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് സത്യമാണെന്ന് എന്ത് ചെയ്യുന്നു, പൊതുസമൂഹം അറിഞ്ഞോ അറിയാതെ വിശ്വസിക്കുന്നു. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലോ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ലോ ടോക്സിൽ കൂടെ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ, സ്വാഗതം ലോ ടോക്സിലേക്ക്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് കൂടുതലായിട്ടും വരുന്ന വിഷയം എന്ന് പറയുന്നത് പുരുഷന്മാർക്കെതിരെ ഒത്തിരിയേറെ കള്ളപ്പരാതികൾ പോകുന്നുണ്ട്. സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, പുരുഷന്മാർക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ നിയമം എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരക്ഷണമാണ് നിയമം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും എന്താണ്, ഈ പറയുന്ന പലതരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യപ്പെടുന്നു, ഈ പറയുന്ന അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് കൃത്യമായ നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ പലതരത്തിലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു സംരക്ഷണ കവചമാണ് എന്താണ്, ഒരു നിയമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമം പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു, ഈ പറയുന്ന അതിന് ഉപരിയായിട്ട് എന്ത് ചെയ്യുന്നു, പരസ്പര വിദ്വേഷങ്ങൾക്കും അല്ലെങ്കിൽ എന്താണ് പരസ്പര വ്യക്തി വൈരാഗ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എന്താണ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എല്ലാവരെയും തുല്യരായിട്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ്. അതായത് നിയമം എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത്. പക്ഷേ അതേ ഭരണഘടന തന്നെ 15-16 ആർട്ടിക്കിളിൽ എന്ത് എന്ന് പറയുന്നുണ്ട്, ചില സംരക്ഷിത വിഭാഗങ്ങൾക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ള എന്താണ് പരിരക്ഷ കൊടുക്കണമെന്ന് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു, ഭരണഘടന തന്നെ നമ്മളോട് ഉദ്ഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പരിരക്ഷ കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സീനിയർ സിറ്റിസൺസിന് പരിരക്ഷ കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പരിരക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലരൊക്കെ എന്താണ് പരിരക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പരിരക്ഷ എന്ന് പറയുന്നത് അവർക്കെന്താണ്, ഈ സമൂഹത്തിൽ അവരുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുവാനും അവർക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിരക്ഷ കൊടുക്കുന്നത്. അല്ലാതെ എന്തല്ല, ആ പരിരക്ഷ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ ആളുകളെ എന്താണ് ഈ പറയുന്ന കള്ളക്കേസുകളിൽ കൊടുക്കാനും അല്ലെങ്കിൽ അവരെ എന്താണ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കഴിവാരിച്ചേക്കാനും അല്ല. അപ്പോൾ നമുക്കറിയാം, കുറച്ച് നാൾ മുന്നേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നിവിൻ പോളിയുടെ ഒരു സംഭവം, അതായത് ഒരു പെൺകുട്ടി നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് തെളിഞ്ഞത് കൊണ്ട് ആ ഒരു കേസ് തള്ളി വെക്കപ്പെട്ടു. അപ്പോൾ ഇതുപോലത്തെ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും എന്താണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ എന്ത് ചെയ്തു, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യപ്പെട്ടു, ഉയർന്നു കേൾക്കപ്പെട്ടു. എന്നാൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആകെ 2-3 കേസുകൾ മാത്രമേ എന്തുള്ളൂ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഇപ്പോഴും എന്തുള്ളൂ സജീവമായി നിലനിൽക്കുന്നുള്ളൂ. മറ്റ് ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ അവിടെ തന്നെ എന്ത് ചെയ്തു പലപ്പോഴും അവസാനിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നീതി നിയമപ്രകാരം ഒരു ആൾക്കൊരു പരാതി, അതായത് ഒരു പരാതിയില്ലാതെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ സ്റ്റേറ്റിന് ഒരുപാട് പരിമിതികളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പരാതി ആവശ്യമാണ്. പരാതി മാത്രമല്ല വേണ്ടത്, ആ പരാതിക്കാരൻ്റെ മൊഴി എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും എന്താണ് പലപ്പോഴും എന്താണ് സൊമോട്ടോയെ സ്റ്റേറ്റിന് കേസെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ആ ഒരു ഈ പറയുന്ന ഒരു സമൂഹത്തിലെ ഒട്ടാകെ നിന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു അതിക്രമം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സംരക്ഷിതമായ ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു അക്രമം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആർക്ക് വേണമെങ്കിലും പരാതിക്കാരനാകാം. പക്ഷേ അങ്ങനെ പരാതിക്കാരനായാലും ഈ പറയുന്ന പരാതി, അതായത് ആ കുറ്റകൃത്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒഫൻസ് കൊണ്ട് ആരാണോ വിക്ടിമായത് അല്ലെ ആരാണോ അതിലെന്താക്കപ്പെട്ടത്, ഇരയാക്കപ്പെട്ടത്, അവരുടെ മൊഴി എന്ന് പറയുന്നത് ആ കേസിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിവിൻ പോളിയുടെ കേസിൽ സംഭവിച്ചത് എന്താണ്, ഈ പറയുന്ന ആരെയാണോ പരാതിക്കാരിയായിട്ടുള്ള ആ വ്യക്തി മൊഴി പലപ്പോഴും എന്ത് ചെയ്യപ്പെട്ടു,
മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പൊതുസമൂഹത്തിന് തന്നെ എന്തായി, ആരാണ് ഇതിൽ അപരാധിയാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല നിവിൻ പോളി എന്ത് ചെയ്തില്ല, ആ കേസ് വന്നപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒളിച്ചിരുന്നില്ല. അയാളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ എന്താണ്, ഈ പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആ പ്രദേശത്ത് പോലും ഇല്ല എന്നും അദ്ദേഹം എവിടെയാണ് ഉണ്ടായതെന്നതിൻ്റെ തെളിവുകളൊക്കെ തന്നെ എന്ത് ചെയ്തു, പൊതുസമൂഹത്തിലേക്കും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും എന്താണ്, ഈ പറയുന്ന ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ആ ശാസ്ത്രീയ അന്വേഷണത്തിൽ എന്താണ്, അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ആ പരാതി എന്തല്ല, അത്ര കൃത്യമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെ, ഇപ്പോൾ ഇതുപോലത്തെയുള്ള കള്ളക്കേസുകൾ എന്ന് പറയുന്നത് കോടതിയിൽ മാത്രം വെച്ച് ഒത്തുതീർപ്പാക്കിയാൽ പോരെ, അല്ലാതെ ഇപ്പോൾ അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും എന്താണ്, നമ്മളൊരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഒരു കുറ്റാരോപിതൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിയമത്തിൻ്റെ കണ്ണിൽ അദ്ദേഹം ആകുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ആ കുറ്റാരോപിതനായിട്ടുള്ള ആളിനെ എന്താണ് പലപ്പോഴും നമ്മൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് തന്നെ എന്താണ്, അദ്ദേഹം തെളിവ് നശിപ്പിക്കാതിരിക്കാനും അല്ലെങ്കിൽ സാക്ഷിയെ സ്വാധീനിക്കാനിരിക്കാനുമാണ്. ഒരിക്കലും ഒരു FIRൽ പ്രതിയാകുന്ന ഒരാൾ ഒരു കുറ്റവാളിയായിട്ട് നമുക്ക് ഒരു കാരണവശാൽ നമുക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് നമ്മളൊരു FIRലേക്ക് വരുമ്പോൾ വാർത്തകളാകുന്നു, അല്ലെങ്കിൽ ചർച്ചകളാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം എന്ത് ചെയ്യുന്നു, FIR എന്ന് പറയുമ്പോൾ അയാൾ അതിലൊരു ഉൾപ്പെട്ടു എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ബോധ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്നു. എന്നാൽ അദ്ദേഹം എന്താണ്, ഫേക്കായ രീതിയിലാണ് അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് ഇതിൽ ഉൾപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിച്ച്, അതായത് ഈ കേസിൽ നിന്നും വിമുക്തനായാലും എന്തില്ല, ഈ പറയുന്ന സ്പ്രെഡായ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിച്ച കഥകളിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിനെതിരെ എന്താണ് നടന്ന ആരോപണങ്ങൾ, എല്ലാവരും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എല്ലാവർക്കും തിരുത്തി പറയാൻ പിന്നെ എന്തില്ല, അവസരം ലഭിച്ചു എന്ന് വരത്തില്ല. സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ തന്നെ എല്ലാ കാലത്തും അയാൾക്ക് എന്താവും, വിനയായിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ബോക്സുകളിലുമൊക്കെ കമൻറ്റ് ബോക്സുകളിലുമൊക്കെ അപ്പോഴും നിലനിൽക്കും. അപ്പോൾ അയാളുടെ ഒരു സ്വാഭാവിക നീതിയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇല്ലാതാക്കപ്പെടുന്നത്. കാരണം ഈ പറയുന്ന കുറ്റാരോപിതനും എന്തുണ്ട്, നമ്മുടെ രാജ്യത്തെ ഭരണഘടന എല്ലാ പ്രൈവസി അല്ലെങ്കിൽ എന്താണ്, അയാൾക്കും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു രാജ്യത്താണ്. അയാൾ കുറ്റം ചെയ്യാതെ ഒരാൾ FIRൽ പ്രതിയാകുകയും പിന്നീട് അയാൾ ആ FIRൽ നിന്ന് മുക്തനാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാലഘട്ടത്തിൽ അയാൾ ഏൽക്കുന്ന ഇത്തരത്തിലുള്ള മാനഹാനിയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വിധേയമാകുന്നത് തീർത്തും എന്താണ്, അത് ഒരിക്കലും ഒരു അഗ്നിശുദ്ധി കൊണ്ട് എന്തില്ല, അങ്ങനെ ഒരു വരുത്താൻ, അതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഔചിത്യത്തിനനുസരിച്ച് പറയാം, അഗ്നിശുദ്ധി വരുത്താം, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ അതിന് വലിയ കടമ്പകൾ ഏറെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഫേക്ക് ന്യൂസ് ഉണ്ടാവും, അല്ലാത്ത ന്യൂസുകളും ഉണ്ടാവും. ഇപ്പോൾ ഫേക്ക് ന്യൂസ് തന്നെയാണെങ്കിലും അല്ലാത്ത ന്യൂസ് ആണെങ്കിലും നമ്മൾ അതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഫേക്ക് ആണോ റിയൽ ആണോ നമ്മൾക്ക് അതൊരു ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട കാര്യം തന്നെയല്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന 4ാമത്തെ തൂണായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാധ്യമങ്ങളെ ഈ പറയുന്ന നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും ഈ പറയുന്ന ജുഡീഷ്യറിക്കും ശേഷം നമ്മൾ മാധ്യമങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഈ പറയുന്ന അതോറിറ്റി, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെയൊക്കെ നിയന്ത്രണങ്ങളിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കടവുന്ന് വരുന്നതോടുകൂടി തന്നെയും പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവാസ്തവമായിട്ടുള്ള വാർത്തകൾ എന്ത് ചെയ്യപ്പെടുന്നു, പ്രചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവാസ്തവമായിട്ടുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് സത്യമാണെന്ന് എന്ത് ചെയ്യുന്നു, പൊതുസമൂഹം അറിഞ്ഞോ അറിയാതെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് വ്യാജ വാർത്തയാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോളത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു, ആ മാധ്യമം എന്ത് ചെയ്യുന്നു, ഒരു ആളെക്കുറിച്ച് വലിയ രീതിയിലുള്ള വ്യക്തിഹത്യ നടത്തിയ ശേഷം അത് തെറ്റാണെന്ന് കാണുമ്പോൾ ഒരു ചെറിയ കോളം വാർത്തയിൽ എന്ത് ചെയ്യുന്നു, ഖേദം പ്രകടിപ്പിക്കുന്ന മാത്രം കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനഹാനി, അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിനും ഫാമിലി, അദ്ദേഹത്തെ ഈ പറയുന്ന അദ്ദേഹം ജോലി ചെയ്യുന്നിടത്തുണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി, നമുക്കറിയാം ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, ഒരു മുറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ആരോപണങ്ങൾ വരുമ്പോൾ ആ വ്യക്തി സഹകരിക്കുന്ന മുഴുവൻ സർവസ്പർശിയായിട്ടുള്ള എല്ലാ മേഖലകളിലും എന്ത് ചെയ്യും, ഇത് ചർച്ചയാക്കപ്പെടും. അപ്പോൾ അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ഒക്കെ തന്നെ എന്താണ്, അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഏൽക്കുന്ന മാനഹാനി വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അത് ഫേക്ക് ആണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ ആ കേസിൽ പിന്നീട് ഒരു അന്വേഷണം ഉണ്ടായിരിക്കുന്നതാണ്. അല്ല, അദ്ദേഹത്തിന്, അതായത് ഇരയാക്കപ്പെടുന്ന ആൾക്ക് അയാളുടെ എതിരായിട്ടുള്ള ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ FIR കോഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാം,
അത് ആ എതിർ കക്ഷിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, അതുകൂടാതെ തന്നെ അദ്ദേഹത്തെ കള്ളക്കേസിലാണ് ഈ പറയുന്ന പോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഈ സർക്കാരിനെതിരായിട്ടും അല്ലെങ്കിൽ പോലീസിനെതിരായിട്ടും ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കേസിന് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രണയത്തിലായിരിക്കുമ്പോൾ പലതരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പിന്നീട് ആ ഒരു പ്രണയം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ പിന്നെ അയാൾ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്നവർ പലരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ നിയമങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ന്യൂനതകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറയുന്ന പല പരാതികളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൺസെൻറ്റോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നു, ഇത് കൺസെൻറ്റോട് കൂടി അല്ലായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നു, ആരോപിക്കപ്പെടുന്നു. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് കേൾക്കുന്ന ആൾക്ക് എന്തറിയാം ഇതിനെക്കുറിച്ച്, അതായത് സ്വാഭാവികമായിട്ട് ഒരു അതിക്രമം നടന്ന ഒരാൾ അത് തുറന്നു പറയാതെ കുറേ കാലഘട്ടം വീണ്ടും അയാളുടെ കൂടെ സഹകരിച്ച് പിന്നീട് ഒരു കാലത്ത് എന്ത് ചെയ്യുന്നു, അത് തുറന്നു പറയുന്നു. പക്ഷേ നമ്മുടെ നിയമപ്രകാരം എന്ത് ചെയ്തേ പറ്റുകയുള്ളൂ, അതൊരു മൊഴിയായി സ്വീകരിച്ച് അയാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് മാത്രമാണ് വ്യവസ്ഥ. പക്ഷേ നമ്മുടെ കോടതികളൊക്കെ തന്നെ ഇന്ന് എന്ത് ചെയ്യുന്നു, മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ കേസുകളുടെയൊക്കെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സാക്ഷിമൊഴികളുടെ ഈ പറയുന്ന വ്യക്തത അല്ലെങ്കിൽ സത്യസന്ധത മനസ്സിലാക്കി മാത്രമായിരിക്കും കേസിൻ്റെ വിചാരണ നടക്കുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടം വരെ എന്ത് ചെയ്യേണ്ടി വരും, ഇദ്ദേഹം ആരോപണ വിധേയനായി നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാവൂ, ആളുകൾ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിയമത്തിൻ്റെ നല്ല വശങ്ങളെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, നിയമത്തിൻ്റെ നല്ല വശങ്ങൾ ദുരുപയോഗപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് ഈ സൊസൈറ്റിയിൽ എന്തായിപ്പെടും, ഇവിടുത്തെ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം ജനങ്ങളുടെ നഷ്ടപ്പെടും. അതുമാത്രമല്ല ഈ പറയുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ രീതിയിൽ കൂടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരാളുടെ മൗലികമായ അവകാശങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് അദ്ദേഹത്തെ കള്ളക്കേസിൽ പെടുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും എന്ത് ചെയ്യാം, മലീഷ്യസ് പ്രോസിക്യൂഷൻ പോലെയുള്ള കാര്യങ്ങളിലൂടെ ഇവർക്കെതിരെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം വരുന്നത് ആ ഒരു കാലഘട്ടം വരെ എന്ത് ചെയ്യുന്നു, ഇയാൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നിവിൻ പോളി. നിവിൻ പോളി എന്ത് ചെയ്തു, ധീരമായി തന്നെ അതിനെ എന്ത് ചെയ്തു, നേരിട്ടു. കാരണം പല നടന്മാർക്കെതിരെ ആരോപണം ഉണ്ടായി, എല്ലാവരും ആളത്തിൽ ഒളിച്ചിരുന്നു. പക്ഷേ നിവിൻ പോളി എന്ത് ചെയ്തു, നിവിൻ പോളിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള വിനീത് ശ്രീനിവാസനൊക്കെ വന്ന് എന്ത് ചെയ്തു, അത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അവരൊരു സമാന്തരമായി എന്ത് ചെയ്തു, ഒരു ഔന്നിത്യം അവരെന്ത് ചെയ്തു, ഉയർന്നു കണ്ട് അവരെന്ത് ചെയ്തു, തെളിവ് അവർ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എന്ത് ചെയ്തു, കാണിച്ചു. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം എന്ത് ചെയ്തു, അവരെ വിശ്വസിച്ചു. അതാണ് അവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ലോക് ടോക്സിലൂടെ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഇത്രയും വലിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ.